ചീരയെല്ലാം നമ്മൾ വിളവെടുത്ത ശേഷം രണ്ടാമത് നമ്മൾ ഇലയൊക്കെ വരുന്ന വിചാരിച്ച് വെട്ടി നിർത്തിയായിരുന്നു. പക്ഷേ ഇലയൊക്കെ വന്നു, പക്ഷെ അത് മുഴുവൻ പുഴു നിന്നു. പുഴു നിന്നതുകൊണ്ട് ഇനി കറി വയ്ക്കാൻ പറ്റില്ല. ഈ കോലത്തിലായി കണ്ടോ. മഴയൊക്കെ പെയ്യുന്നുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല, ഒന്നും സുമാറായില്ല. ചോന്ന ചീര 3-4 ഉണ്ടായിരുന്നുള്ളൂ, മുളച്ചുള്ളൂ. അതും ഫുള്ള് പുഴു നിന്നു. പിന്നെ നമ്മൾ കുറേ സൂര്യകാന്തിയുടെ വിത്ത് പാവി ഇത് മുളച്ചു. ദേ ഈ ഇത്രയായി. പിന്നെ ചെമ്പരത്തി കൊമ്പ് നട്ടതും മുളച്ചു. ദേ ഇല വന്നു കണ്ട. അതേമാതിരി ചുവന്ന ചീര 2-3 മുളച്ചിട്ടുണ്ട്. അത് ഞാൻ വിത്തിന് നിർത്താൻ പോവാം. പിന്നെ തക്കാളി നട്ടതെല്ലാം നല്ല വലുതായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോട്ടീന് കുറച്ച് ചാണകം കിട്ടിയായിരുന്നു. അതൊക്കെ ഞാൻ പൊടിച്ച് ഇതിൻ്റെ അടിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. തക്കാളി വിത്ത് പാവിട്ട് മുത്തെടുത്ത് പറിച്ച് നട്ടായിരുന്നതാണ്. അതൊക്കെ ദേ നല്ല വലുതായി വരുന്നുണ്ട്. ഒരു 3-4 ചട്ടികളിലേക്ക് മാറ്റി വെച്ചായിരുന്നു കണ്ടോ. അതുമാതിരി നമ്മുടെ മാധവനാരകവും ഒരുവിധം വലുപ്പമായി നല്ല തഴച്ച് വളരുന്നുണ്ട്. ഞൊട്ടാഞ്ഞോണിയൻ്റെ മുകളിൽ ഇതേ നിറച്ച് പൂവിട്ടേക്കുക. കായ ചെറിയൊരു കായ ഉണ്ടായിട്ടുണ്ട് കണ്ട. അത് പുല്ലിൻ്റെ കൂടെ മുളച്ച് വന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കായ തിന്നാൻ നല്ല ടേസ്റ്റ് അല്ലേ. അതുമാതിരി ഈ തക്കാളിയും നല്ല വലുപ്പം വെച്ചു. പിന്നെ നമ്മുടെ ഷമാം എന്ന് പറയും നാട്ടിൽ, അത് ഇവിടെ കിർണിപ്പഴം എന്ന് പറയാം തമിഴ്നാട്ടിൽ. അപ്പോൾ അതിൻ്റെ വിത്ത് മുളച്ചതാണിത്. അതിൻ്റെ മുകളിൽ നിറച്ച് പൂവിട്ടുണ്ട്. പക്ഷെ തണ്ടിനധികം വലിയ വലുപ്പമില്ലാത്ത കാരണം കായ ഉണ്ടാവുമെന്ന് പറയില്ല. കഴിഞ്ഞ കൊല്ലം ഒരു 3 കായ ഉണ്ടായിരുന്നു, പഴുത്ത് എനിക്ക് കിട്ടി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഒരു കായ പിടിച്ചിട്ടുണ്ട് കണ്ട. അതെ, അത് പിടിക്കുമോ നിൽക്കുമോ എന്നറിയില്ല, അത് വാടി പോവുമെന്ന് അറിയില്ല. അത് വലുതാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിറച്ച് പൂവിട്ടുണ്ട് കണ്ട. പിന്നെ വേപ്പ് നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. പുഴുക്കടി ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പുഴുവിനൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല മരുന്നൊക്കെ അടിച്ച്. മരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മരുന്ന് അടിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ വാഴപ്പഴത്തിൻ്റെ തോല്, ചെറുപഴം ഇല്ലേ, ചെറുപഴത്തിൻ്റെ തോല് 4 ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം കുപ്പിയിലാക്കി സ്പ്രേ ചെയ്യും. അപ്പോൾ പുഴുക്കടിയൊന്നും ഉണ്ടാവില്ലെന്ന് പറയണേ. പക്ഷേ ഇത് ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ്. മുമ്പേ ചെയ്യേണ്ടതായിരുന്നു, അന്ന് ഈ ഇലയൊന്നും നാശമായി പോവില്ലായിരുന്നു. പിന്നെ ഒരു 10 മണി ഇതേ നിറച്ച് പൂവ്. കാലത്ത് വെളുപ്പിനായിരുന്നു, ഇപ്പോൾ നേരം വെളുത്തായിരുന്നു കൊണ്ട് പൂവൊന്നും വിരിഞ്ഞിട്ടില്ല, മുട്ടായിട്ട് നിൽക്കുക. തുളസി തേയും കുറേയൊക്കെ മുളയ്ക്കുന്നുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് മേടിച്ചതാണ് മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ, അത് ചീഞ്ഞു പോയായിരുന്നു. പക്ഷേ ഇപ്പോൾ പുല്ലൊക്കെ മാറ്റി നോക്കിയപ്പോൾ അതിനകത്തുനിന്ന് ചെറിയൊരു മുള വരുന്നുണ്ട്. പിടിക്കുമെന്ന് അറിയില്ല. 2 എണ്ണം ഉണ്ട്, 2 എണ്ണത്തിന് ചെറിയ മുള വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ നിൽക്കുന്നു. പിന്നെ കായ പൂത്തിട്ടില്ല ഇപ്രാവശ്യം. മുരിങ്ങക്കോല് പൂക്കുമായിരിക്കും, മഴയൊക്കെ പെയ്ത കാരണം. ചീരയും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാവിയതിൽ പയറ് വിത്തും മറ്റേ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടൊക്കെ പാവിയിട്ടുണ്ടായിരുന്നു, കപ്പങ്ങ. പക്ഷെ കപ്പയുടെ തൈയൊക്കെ മുളച്ചിട്ടുണ്ട് 1-2 എണ്ണം. പയറ് പക്ഷെ അധികമൊന്നും മുളച്ചില്ല. അപ്പോൾ വിത്ത് കുറച്ച് പഴക്കമുള്ളതാണെന്നുണ്ട്, അതുകൊണ്ട് പയറൊന്നും മുളച്ചില്ല. ഒരേ 2 പയറേ മുളച്ചിട്ടുള്ളൂ. അതുമാതിരി ഞാൻ ഇന്നലെ കുറച്ച് മുളകിൻ്റെ വിത്ത് പാവിയായിരുന്നു, പഴുത്ത മുളക് കിട്ടിയപ്പോൾ. അതും ചെറുതായിട്ട് മുളച്ച് വരുന്നുണ്ട്. അതിനി വലുതായി കഴിയുമ്പോൾ പറിച്ച് നടണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വിശേഷങ്ങൾ. സൂര്യകാന്തി ഈ വിത്ത് പാവിയത് മുളയ്ക്കുന്ന വിചാരിച്ചാൽ അതും മുളച്ചു. ഇതിനകത്ത് വേറൊരു ചെമ്പരത്തിയുടെ കൊമ്പ് നട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാനില്ലല്ലോ. ഇതെവിടെ പോയി? ചെമ്പരത്തിയുടെ കൊമ്പ് ഞാൻ ഒരെണ്ണം പള്ളിയിൽ നിന്ന് കിട്ടിയത് എടുത്തു. അതെ ഇതേ നിൽക്കണം. അതും ഏകദേശം പിടിച്ച മട്ടാണ് കൊമ്പ്. നല്ല ചുവന്ന ഭംഗിയുള്ള പൂവാണ്. അപ്പോൾ ശരി, ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബായ്. മഴ പെയ്ത് നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ, നല്ല രസമായിട്ടാണ് നിൽക്കണം. ചില ദിവസങ്ങളിലൊക്കെ പെയ്യുള്ളൂ കേട്ടോ ഇവിടെ മഴ. ചെന്നൈയിൽ മഴ കുറവാണ്, വെള്ളത്തിനും ബുദ്ധിമുട്ടാണ്. എന്നാലും ഇപ്പം മഴ പെയ്ത് നല്ല തണുപ്പിലാണ് നിൽക്കണം. അതുകൊണ്ട് ചെടികൾക്കൊക്കെ ഒരു ഉഷാറുണ്ട്.
ഇനിയും കുറേ വിത്തിരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് പാവി നോക്കണം, മുളയ്ക്കുമോയെന്ന് അറിയില്ല. നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാ. ഇപ്പോൾ ഒരു 6 മാസത്തോളമായി അതെൻ്റെ കയ്യിലിരിക്കണം, അതുകൊണ്ടാന്ന് തോന്നുന്നു ഒന്നും അങ്ങോട്ട് മുളയ്ക്കുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.